കുപ്പിയിൽ വെള്ളം നിറച്ചപ്പോൾ മുതൽ കുഞ്ഞിപ്പെണ്ണ് അതെങ്ങനെ കുടിച്ച് പറ്റിക്കാന്ന് ആലോചിച്ച് നടക്കട്ടെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പിന്നെ ഞാൻ പിന്നെയും ബാക്കി വെള്ളം കൂടെ ഒക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. സ്കൂൾ ബസ് വരെ 5 മിനിറ്റും കൂടെ ഉള്ളപ്പോഴേക്കും പിന്നെയും കുടിച്ച് പറ്റിക്കുക കേട്ടോ. എന്തായാലും ഇവിടെ ഒരാൾ കുടിച്ച് പറ്റിപ്പിക്കും, ഇപ്പുറത്തെ ഒരാൾ ഇതാ മുക്കി പറ്റിക്കുക കേട്ടോ. വൈകുന്നേരം മോട്ടർ നന്നാക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ അത് അച്ഛനും മക്കളും കൂടെ ടാങ്ക് കഴുകി വൃത്തിയൊക്കെ മുകളിൽ കയറിയിട്ടുണ്ട്. സാധാരണ അതാ മോനൂട്ടനായിട്ട് ഇറങ്ങൽ. ഇന്ന് ആരാധ്യമോളോട് പറഞ്ഞാൽ നീ ഇറങ്ങിക്കോ എന്നാണ് കേട്ടോ. ആരാധ്യമോളാണെങ്കിൽ കേട്ട മതി കേൾക്കാതെ മതി ഓടി ചാടി ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു പണി എടുക്കുക. അവർക്ക് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇറങ്ങിയപ്പോഴല്ലേ നല്ല 8ൻ്റെ പണി ഏട്ടൻ തന്നതെന്ന് അറിയുന്നു. നല്ല മണ്ണും ചെളിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം അങ്ങനെ ഉപയോഗിക്കാതെയും കൂടെ ഇട്ടപ്പോൾ നല്ല ചെളി കയറിയിട്ടുണ്ട്. അമ്മ ഏട്ടൻ എനിക്ക് നല്ലൊരു പണി 8ൻ്റെ പണി തന്നു തന്നെ കേട്ടോ. അങ്ങനെ ഞാനൊന്ന് കയറി നോക്കിയത് എന്തായി അച്ഛനും മക്കളും. അങ്ങനെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും ഒരുവിധം തീരാനായിട്ട് കേട്ടോ. കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയാലും വൃത്തിയാക്കുമ്പോഴേക്കും ഞാനും കുഞ്ഞിപ്പെണ്ണു. അപ്പോൾ താഴേന്ന് ഞാൻ മുകളിലെത്തുമ്പോഴേക്കും താഴേന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ വിളി വന്ന അമ്മ എന്നിട്ട് പാത്തൂൻ്റെ കൂടെ കളിക്കാൻ പോയ കുഞ്ഞിപ്പെണ്ണ് എങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി അറിഞ്ഞാൽ ഈച്ച പറഞ്ഞറിയിച്ച പോലെ കുഞ്ഞിപ്പെണ്ണ് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ ആകാശത്ത്. വൈകുന്നേരത്തെ ആകാശം കാണാൻ എന്ത് ഭംഗി. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നേരെ മുകളിലേക്ക് കൂട്ടി വന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് കളിച്ച് വരെ ഏതോ ഒരു ജാമ്പവാൻ്റെ കാലത്ത് കിട്ടിയൊരു പൂ എടുത്തിട്ട് അമ്മ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ അടുത്തുണ്ട് തൊട്ടൊരു വീടും കൂടെ വന്ന വാർപ്പ് കഴിഞ്ഞിട്ട് ഇതിൽ കുഞ്ഞിപ്പെണ്ണ് ഏതാ പൂവ് ഏതാന്ന് മാത്രം മനസ്സിലാവുന്നത്. രണ്ട് ഏകദേശം ഒരേ കളറായിട്ടുണ്ട് കേട്ടോ. ഈ പൈപ്പിൽ ഇങ്ങനെ വെള്ളം ചാടിയിട്ട് നയാഗ്ര വെള്ളച്ചാട്ടം പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. എന്താണെന്ന് അറിയാം, എത്രയും ദിവസമായി വെള്ളം കണ്ടിട്ട് കേട്ടോ. അങ്ങനെ താണ്ഡവത്തിൽ വെള്ളം വന്ന സീൻ ഓർമ്മ തന്നെ. 2 ഡാൻസും പാട്ടുകൾ. അപ്പുറത്തെ നിബിസ്താത്ത സുഖല്ലേ ദിവ്യയുടെ കൊണ്ടോണോ എന്ന് ചോദിക്കേണ്ട വിചാരിച്ചിട്ട്